നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തങ്ങളുടെ കുടുംബം എന്നും നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഓരോരുത്തരും പ്രവാസികളാകുന്നത്. സ്വന്തം നേട്ടങ്ങളെക്കാളേറെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാകും പ്രവാസികൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ജോലി ചെയ്ത് പണം സമ്പാദിക്കുമ്പോൾ എല്ലാവർക്കും അവൻ രക്ഷകൻ. എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയാലോ വെറും കറിവേപ്പില. ഇതെല്ലാ പ്രവാസികളും എപ്പോഴും പറയുന്ന ഒന്നാണ്. ഇപ്പോൾ ചാലിശ്ശേരിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഏതൊരു പ്രവാസിയെയും സംബന്ധിച്ച് നെഞ്ച് തകർക്കുന്നതാണ്. 30 വർഷക്കാലമാണ് അബൂബക്കർ എന്ന പ്രവാസ ജീവിതം നയിച്ചത്. പ്രവാസിയായി മണലാരണ്യത്തിൽ ചൂടേറ്റ് വാടുമ്പോഴും നാട്ടിലെ കുടുംബവും അവരുടെ സംരക്ഷണവുമായിരുന്നു അബൂബക്കറിൻ്റെ മനസ്സിലെപ്പോഴും. എന്നാൽ നീണ്ട പ്രവാസ ജീവിതം നയിച്ച് വിശ്രമ ജീവിതത്തിനായി തിരികെ നാട്ടിലെത്തിയപ്പോഴും 70 വയസ്സുകാരനായ അബൂബക്കറിനെ കാത്തിരുന്നത് ഒരു ഏകാന്ത ജീവിതമായിരുന്നു. തൻ്റെ ജീവനായി കരുതിയിരുന്ന പൊന്നോമന മക്കൾക്ക് തൻ്റെ സ്വത്തുക്കളിൽ മാത്രമായിരുന്നു സ്നേഹമെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം വളരെയേറെ വൈകിപ്പോയിരുന്നു. എന്നിട്ടും ആരോടും ഒരു പരിഭവമില്ലാതെ പൊളിഞ്ഞു വീഴാറായ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കുകയാണ് ഈ വൃദ്ധൻ. ജനമൈത്രി ബീറ്റ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട വീടുകൾ സന്ദർശിക്കുന്നതിനിടയിലാണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അബൂബക്കറിൻ്റെ വീട്ടിലും എത്തിയത്. ഇതോടെയാണ് ഈ സംഭവം പുറം ലോകവും അറിഞ്ഞു തുടങ്ങിയത്. ആരോടും ഒരു പരിഭവവും പറയാതെ ഒറ്റയ്ക്ക് തള്ളി നീക്കിയ നാളുകൾ. ഒരുപക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ അബൂബക്കർ അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചു പോയേനെ. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാറാകുന്ന ഊടുപാകിയ വീടിനുള്ളിൽ നിരാശനായി കിടക്കുന്ന അബൂബക്കർ എന്ന മനുഷ്യനെ കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദ്യങ്ങളെല്ലാം നൽകിയിട്ടും അവശേഷിക്കുന്നത് കൂടി നൽകിയാൽ മാത്രമേ മക്കളും ഭാര്യയും നോക്കുകയുള്ളൂ എന്നാണ് അബൂബക്കർ പറയുന്നത്. ഈ കഥ കേട്ട ശേഷം അബൂബക്കറിനെ സംരക്ഷിക്കുവാൻ പോലീസ് തീരുമാനിച്ചു. ചാലിശ്ശേരി SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ് എന്നിവർ സാമൂഹ്യ പ്രവർത്തകർക്കൊപ്പം എത്തി അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും വൃത്തിയാക്കി കൃത്യമായ ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അബൂബക്കറിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചാലിശ്ശേരി പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. എന്തായാലും ഇത്തരത്തിലാണ് പ്രവാസികൾ ചിലരുടെ ജീവിതം എന്നുള്ളത് ഏതൊരു പ്രവാസിയും സംബന്ധിച്ച് നെഞ്ച് തകർക്കുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.